രഘുരാമന്റെ പേര് കേട്ടതും ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും പെട്ടെന്ന് അവൻ പൊട്ടിച്ചിരിച്ചു. എന്റെ പൊന്നുവേദ, ഒന്നെങ്കിൽ നീ കണ്ട ഒരു സ്വപ്നം, അല്ലെങ്കിൽ ഏതോ നോവൽ വായിച്ചതിന്റെ ആഘാതം. അത്രേ ഉള്ളൂ. അല്ലാതെ വല്യേട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞാ ആരാ വിശ്വസിക്കുക? അതാ ഞാൻ പറഞ്ഞത്, ആരും വിശ്വസിക്കില്ല. പക്ഷേ ഞാൻ പറഞ്ഞത് സത്യമാണ് ആദ്യേട്ടാ. നമ്മൾ കരുതുന്നത് പോലെ വല്യേട്ടൻ ഒരു നല്ല മനുഷ്യനല്ല. എനിക്കിപ്പോ ഉറപ്പാ. ജലജ ചേച്ചിയുടെ മോളെ മായയെ നശിപ്പിച്ചത് മറ്റാരുമല്ല, വല്യേട്ടൻ തന്നെയാ. ആ കുട്ടി ഭ്രാന്തിയല്ല, അവളെ ഭ്രാന്തിയാക്കി മാറ്റിയതാണ് അയാൾ. അതുപോലെ സംഗീത, അവളെ കാണാതായതിൽ അയാൾക്ക് പങ്കുണ്ട്. ദാ ഇപ്പൊ തന്നെ നോക്ക്, അയാൾ ഈ ക്ഷേത്രത്തിലോ ക്ഷേത്ര പരിസരത്തോ ഇല്ല. ഇപ്പൊ നമ്മൾ താമസിച്ചാൽ വിലാസിനിയെയും അയാൾ... ഇല്ല, അതിന് ഞാൻ അനുവദിക്കില്ല. എല്ലാം എനിക്കറിയണം. അയാളുടെ പൊയ്മുഖം എനിക്ക് പിഴുതറിയണം. വാശിയോടെയും അതീവ ദേഷ്യത്തോടെയും അവൾ പറഞ്ഞ് അവസാനിപ്പിച്ചതും ആദി അവളെ പിടിച്ച് അവന്റെ മുന്നിലായി നിർത്തി. വേദ, മതി. ഇനി ഒരക്ഷരം വല്യേട്ടനെ പറ്റി പറയരുത്. നിനക്കറിയാവുന്നതല്ലേ എന്റെ വല്യേട്ടനെ. അദ്ദേഹം ഒരു ഉറുമ്പിനെ പോലും ദ്രോഹിക്കില്ല. അത്രയ്ക്ക് നല്ല മനസ്സാ. മറ്റുള്ളവരെ സഹായിക്കാനല്ലാതെ അവരെ ഉപദ്രവിക്കാൻ എന്റെ വല്യേട്ടന് കഴിയില്ല. ഓർമ്മ വെച്ച നാൾ മുതൽ അറിയുന്നതാ എന്റെ വല്യേട്ടന്റെ സ്വഭാവം. ദ്വാരക എന്ന കുടുംബത്തെ ഇപ്പോഴും ഈ നാട്ടുകാർ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം വല്യേട്ടൻ തന്നെയാണ്. വല്യേട്ടൻ ഈ ക്ഷേത്ര പരിസരത്ത് തന്നെയുണ്ട്. നമുക്കുള്ള ആഹാരം ക്ഷേത്രത്തിലെ ഊട്ടുപുരയിൽ ഒരുക്കുന്നുണ്ട്. വല്യേട്ടൻ അവിടെ വരെ സഹായിക്കാൻ പോയതാണ്. പോകുന്നതിന് മുൻപ് എന്നോട് പറഞ്ഞിട്ട് തന്നെയാണ് പോയത്. ഏട്ടത്തിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ തിരിച്ചു വീട്ടിൽ കൊണ്ടു ചെന്നാക്കണമെന്ന് വല്യേട്ടൻ എന്നോട് പ്രത്യേകം പറഞ്ഞിരുന്നു. അന്ന് രാത്രിയിലും അങ്ങനെ തന്നെയാണ് നടന്നത്. ആ വല്യേട്ടനെ പറ്റിയാണ് നീ പറയുന്നതെന്ന് ഓർമ്മ വേണം വേദ. ആദി വേദയുടെ നേരെ വിരൽ ചൂണ്ടി പറഞ്ഞതും വേദ അവനെ ദയനീയമായി നോക്കി നിന്നു. ആദ്യേട്ടാ, ഞാൻ പറയുന്നത് ഒന്ന് കേൾക്ക്. വേണ്ട. വേദയെ പറയാൻ അനുവദിക്കാതെ ആദി തടഞ്ഞു. നിന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത് വല്യേട്ടനാണെന്ന് നിനക്കിപ്പോ നിന്റെ മനസ്സിൽ കണ്ടതല്ലേ, അല്ലാതെ നീ നേരിട്ട് കണ്ടോ? കണ്ടോന്ന് ഗൗരവം നിറഞ്ഞ വാക്കുകളോടെ അവൻ ചോദിച്ചതും അവളില്ല എന്ന് തലയാട്ടി. മായയെ നശിപ്പിച്ചത് വല്യേട്ടനാണെന്ന് അവൾ പറഞ്ഞതല്ലാതെ നീ നേരിട്ട് കാണുകയോ മറ്റാരെങ്കിലും പറയുകയോ ചെയ്തോ? വേദ അതുമില്ലെന്ന് തലയാട്ടി. സംഗീതയെ കാണാതായതിൽ എന്റെ വല്യേട്ടനാണെന്ന് പോലീസോ ഏട്ടത്തിയോ മറ്റാരെങ്കിലുമോ പറയുകയോ നീ കേൾക്കുകയോ ചെയ്തോ? അതിനും ഇല്ല എന്ന മറുപടി മാത്രമായിരുന്നു വേദയുടെ കയ്യിൽ. പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വേദ എന്റെ വല്യേട്ടനെ നീ കുറ്റക്കാരനാക്കുന്നത്? എന്തുകൊണ്ട് അന്നത്തെ രാത്രിയിലെ കാര്യം നീ എന്നോട് പറഞ്ഞില്ല? ഇതെല്ലാം നീ മെനഞ്ഞു കൂട്ടിയ കഥകൾ മാത്രമല്ലേ? ശരി, ഞാൻ സമ്മതിച്ചു. എല്ലാം എന്റെ തോന്നലാണെന്ന് കരുതിക്കോളൂ. പക്ഷേ ഒരു തവണ, ഒരൊറ്റ തവണ എന്റെ കൂടെ ഒന്ന് വരണം. വിലാസിനി സുരക്ഷിതയാണെന്നറിഞ്ഞാൽ ഞാൻ പിന്നെ ഈ കാര്യം പറഞ്ഞ് ആദ്യേട്ടനെ ബുദ്ധിമുട്ടിക്കില്ല. ദയവ് ചെയ്ത് എന്റെ കൂടെ ഒന്ന് വാ ആദ്യേട്ടാ. വേദ ആദിയുടെ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാൽ ആദി അവളുടെ കൈകൾ തട്ടി മാറ്റിയിരുന്നു. ഞാൻ വരില്ല. നീയും എവിടേക്കും പോകുന്നില്ല. വിലാസിനിയെ നാണിയമ്മയെ ഏൽപ്പിച്ചിട്ടാണ് നമ്മൾ വന്നത്. അതുകൊണ്ട് തന്നെ അവൾ സുരക്ഷിത തന്നെയാണ്. നോക്കുവേദ, ആവശ്യമില്ലാതെ എന്റെ വല്യേട്ടനെ അപമാനിക്കാൻ നിൽക്കരുത്. ഇനി ഞാൻ ക്ഷമിച്ചു എന്ന് വരില്ല. മനസ്സിലായോ? ഇപ്പോ എല്ലാം മറന്ന് പൂജയിൽ പങ്കെടുക്ക്. അത്രയും പറഞ്ഞുകൊണ്ട് ആദ്യം അവളെയും കൂട്ടി ക്ഷേത്രത്തിനുള്ളിൽ കയറി. തിരിച്ച് പൂജയിൽ പങ്കെടുക്കുമ്പോഴും വേദയുടെ മനസ്സ് പുകഞ്ഞുകൊണ്ടേയിരുന്നു. എന്റെ ദേവി, ആദ്യേട്ടൻ പറഞ്ഞതുപോലെ ഇതെല്ലാം എന്റെ തോന്നലുകളോ ഞാൻ മെനഞ്ഞുകൂട്ടിയ കഥകളോ ആണോ? വിലാസിനി അപകടത്തിലാണെന്ന് ഇപ്പോഴും എന്റെ മനസ്സ് പറയുന്നു. ആദ്യേട്ടൻ എന്റെ കൂടെ ഒന്നും വരാൻ കൂട്ടാക്കുന്നില്ലല്ലോ. ഞാനിപ്പോ എന്താ ചെയ്യുക? നീറിപ്പുകയുന്ന മനസ്സുമായി വേദ അവിടെ നിന്നു. ഒടുവിൽ അവൾ ആരോടും പറയാതെ അവിടെ നിന്നും ദ്വാരകയിലേക്ക് പുറപ്പെട്ടു. അല്പസമയം കഴിഞ്ഞപ്പോഴാണ് ആദ്യ വേദയെ ശ്രദ്ധിക്കുന്നത്. അവിടെയൊന്നും അവളെ കാണാൻ കഴിയാഞ്ഞപ്പോൾ തന്നെ അവൾ ദ്വാരകയിലേക്ക് പോയിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി. അതുകൊണ്ട് അവനും അവളുടെ പിന്നാലെ ദ്വാരകയിലേക്ക് പുറപ്പെട്ടു. മോനെ,
എല്ലാം ഭംഗിയായി ഞാൻ ചെയ്തിട്ടുണ്ട്. അവിടെ ആർക്കും സംശയമൊന്നും തോന്നിയില്ലല്ലോ? ആർക്കും ഒരു സംശയവുമില്ല. പിന്നെ നാണിയമ്മ ഉദ്ദേശിച്ചത് വേദയെപ്പറ്റിയാണെങ്കിൽ അവൾ വരും. വിലാസിനിയെ രക്ഷിക്കാൻ അവൾ വരിക തന്നെ ചെയ്യും. ഒരു ചിരിയോടെ അവൻ അത് പറയുമ്പോൾ നാണിയമ്മ അവനെ അത്ഭുതത്തോടെ നോക്കി. എന്താ മോനെ ഈ പറയുന്നേ? അവൾ വന്ന എല്ലാ സത്യങ്ങളും അവൾ അറിയില്ലേ? അപകടമല്ലേ മോനെ അത്? നാണിയമ്മയുടെ സംശയത്തിന് ഉത്തരം നൽകാതെ അവൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ചാരുകസേരയിലേക്ക് ഇരുന്നു. ദ്വാരകയുടെ അഭിമാനമായി കണ്ട രഘുരാമൻ തന്നെയായിരുന്നു അത്. രഘുരാമൻ കാലിന്മേൽ കാലും വെച്ച് ആഠ്യത്വമോടെയിരുന്നു. അവള് വരട്ടെ എന്റെ നാണിയമ്മേ. ഇന്ന് എന്റെ കിടക്ക പങ്കിടുന്നത് വിലാസിനെ മാത്രമല്ല, നാളുകളായി ഞാൻ മനസ്സിൽ കൊണ്ടു നടന്ന വേദാൻഷി എന്ന എന്റെ ആഗ്രഹം. അത് ഞാൻ ഇന്ന് നേടിയെടുക്കും. അവള് മിടുക്കിയ. ഇതുവരെ ആർക്കും സംശയം തോന്നാത്ത നമ്മുടെ പ്രവൃത്തികൾ അവൾ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കിയില്ലേ? മോനെ, അവൾക്ക് എന്നെ സംശയമുണ്ടെന്നല്ലാതെ ഇതിന്റെ പിന്നിൽ മോനാണെന്ന് അവൾക്കറിയില്ലല്ലോ. നാണിയമ്മ സംശയത്തോടെ ചോദിച്ചു. അറിയാം നാണിയമ്മേ, അവൾക്ക് ഇതിനോടകം തന്നെ എല്ലാം മനസ്സിലായിട്ടുണ്ടാവും. നാണിയമ്മ നോക്കിക്കോ, അവള് വരും. ഞാൻ തന്നെയാണെന്ന് ഉറപ്പു വരുത്തുവാൻ അവൾ വരും. വരണം. അതിനു വേണ്ടിയാണ് ഞാൻ ഈ കാത്തിരിക്കുന്നത്. അതിനു മുൻപ് വിലാസിനിയെ ഞാനൊന്ന് കാണട്ടെ. വേദയുടെ അത്രയും വരില്ലെങ്കിലും പിന്നീടൊരവസരം കിട്ടണമെന്നില്ല. അതുകൊണ്ട് ആ മോഹം അങ്ങ് തീർക്കാം. ഒന്നും വെച്ച് താമസിപ്പിക്കണ്ട. എന്താ നാണിയമ്മേ, ശരിയല്ലേ? വശ്യമായ ചിരിയോടെ രഘുരാമൻ പറഞ്ഞതും നാണിയമ്മ അവനെ വിലാസിനിയുടെ മുറിയിലേക്ക് പറഞ്ഞയച്ചു. നാണിയമ്മയുടെ രഹസ്യക്കൂട്ടിന്റെ ഫലമെന്നോണം വിലാസിനി തികച്ചും അബോധാവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് തന്നെ രഘുരാമന് തന്റെ ആവശ്യം നിറവേറ്റാൻ തടസ്സമൊന്നും ഉണ്ടായിരുന്നില്ല. വിലാസിനിയിൽ നിന്നും രഘുരാമൻ അടർന്നു മാറുമ്പോൾ മുന്നിൽ കണ്ട കാഴ്ചയെ വിശ്വസിക്കാനാവാതെ നിൽക്കുകയായിരുന്നു വേദാൻഷി. ആ നിമിഷം അവൾ ആ രാത്രി ഓർത്തെടുത്തു. അതെ, രഘുരാമൻ തന്നെയെന്ന് അവൾ ഊട്ടി ഉറപ്പിച്ചു. മുന്നിൽ കാണുന്ന കാഴ്ചയിൽ പതറി നിന്ന വേദിയെ കണ്ടുകൊണ്ട് രഘുരാമൻ അവളെ വശ്യമായി ചിരിയോടെ നോക്കി നിന്നു. നീ വന്നോ വേദാൻഷി? ഞാൻ എത്ര നേരമായി നിന്നെ കാത്തിരിക്കുന്നു. നീ വരാൻ താമസിച്ചതുകൊണ്ട് വിലാസിനിയെ ഞാൻ കുറച്ച് ബുദ്ധിമുട്ടിപ്പിച്ചു. എന്ത് പറ്റി മോളെ? നീ എന്താ എന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ? അപ്പോഴാണ് വേദ വിലാസിനിയെ ശ്രദ്ധിക്കുന്നത്. പൂർണ്ണ നഗ്നയായി കിടക്കുന്ന വിലാസിനിയെ അവൾ ഒരു പുതപ്പ് കൊണ്ട് പുതച്ചു. ശേഷം വിലാസിനിയെ വേദ തട്ടി വിളിച്ചു. പക്ഷേ അവൾ ഉണർന്നിരുന്നില്ല. നാണിയമ്മയുടെ രഹസ്യക്കൂട്ട് തന്നെയാണ് അതിന് കാരണമെന്ന് വേദ പിന്നീട് മനസ്സിലാക്കി. അവൾ ഉറങ്ങട്ടെ വേദ. പാവം, ക്ഷീണിച്ചിട്ടുണ്ടാവും. മാത്രമല്ല, അവളെ എഴുന്നേൽപ്പിച്ചാൽ അത് നമുക്ക് തടസ്സമാവില്ലേ? ഛീ, നാണമില്ലേ തനിക്ക്? ഇത്രയും നാൾ ആരാധനയോടെ നോക്കി ഈ മുഖം എനിക്കിപ്പോ അറപ്പോടെ നോക്കേണ്ട അവസ്ഥയാണ്. അനുജത്തിയുടെ സ്ഥാനമല്ലേ എനിക്കും ഈ വിലാസിനിക്കും. എന്നിട്ടും തൻ്റെ ഈ കണ്ണുകളിൽ ഞങ്ങളുടെ കാമം മാത്രമാണ് ഉള്ളത്. തന്നെ വാഴ്ത്തിയ ഈ നാവ് പോലും പിഴുതെറിയാൻ തോന്നുവാ എനിക്കിപ്പോ. അറപ്പോടെ വേദ പറഞ്ഞുകൊണ്ട് മുഖം അവനിൽ നിന്നും തിരിച്ചു. ആർത്ത് ചിരിച്ചുകൊണ്ട് രഘുരാമൻ അവളുടെ മുഖം അവന്റെ ഒരു കൈയിൽ ഒതുക്കി പിടിച്ചു. വേദ, നിന്നെ ഞാൻ കണ്ട അന്ന് മുതൽ ദാ ഈ നിമിഷം വരെ നിന്നോട് എനിക്ക് ഒരേ ഒരു വികാരം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അത് കാമമാണെങ്കിൽ അങ്ങനെ. അന്ന് ക്ഷേത്രത്തിൽ വെച്ച് മറ്റുള്ളവർ നിന്റെ നൃത്തച്ചുവടിനെ പ്രശംസിച്ചപ്പോൾ ഞാൻ നിന്റെ ഈ വടിവത്ത മേനിയഴകിനെയാണ് പുകഴ്ത്തിയത്. വാക്കുകളോടൊപ്പം അവന്റെ കൈ വേദയുടെ ശരീരത്തിൽ ഓടിച്ചതും പകപ്പോടെ വേദ അവനിൽ നിന്നും കുതറി മാറി. അപ്പോഴും അവനിൽ ആ വശ്യമായ ചിരി മാത്രം വിരിഞ്ഞു. ആദ്യം നിന്റെ കഴുത്തിൽ താലി ചാർത്തിയത് അവന്റെ ഭാര്യയായി ജീവിക്കാൻ വേണ്ടി മാത്രമല്ല, നിന്നോടുള്ള എൻ്റെ മോഹം തീരുന്നത് വരെ എൻ്റെ കിടക്കയിലേക്ക് നിന്നെ പിടിച്ചു കെട്ടിയിടാനുള്ള ഒരു ചരടാണത്. കേട്ടത് വിശ്വസിക്കാനാവാതെ വേദ പകച്ചു നിന്നു. പാവമാതി, അവനെൻ്റെ അനുജനൊക്കെ തന്നെയാ. പക്ഷെ എന്ത് ചെയ്യാൻ വേദ, ഞാൻ നിന്നെ ഒരുപാട് മോഹിച്ചു പോയി. മോഹിച്ചതെല്ലാം
നാളിതുവരെ ഞാൻ സ്വന്തമാക്കിയിട്ടേ ഉള്ളൂ. അത് രക്തബന്ധമാണെങ്കിൽ പോലും എൻ്റെ സുഖത്തിനപ്പുറം മറ്റൊന്നും ഞാൻ നോക്കാറില്ല. നിന്നെപ്പോലെ എന്നെ മോഹിപ്പിച്ച മറ്റൊരുവൾ ഉണ്ടായിരുന്നു, സംഗീത. അവളെ ഞാൻ മതിവരുവോളം ആസ്വദിച്ചു. നിന്നെപ്പോലെ അവളും. ഞാനെന്ന സത്യത്തെ അവൾ തിരിച്ചറിഞ്ഞ നിമിഷം അവളെ ഞാൻ എന്നേക്കുമായി പറഞ്ഞയച്ചു. വന്യമായ ചിരിയോടെ അവൻ വേദയെ നോക്കി. ദ്രോഹി, നീയാണല്ലേ സംഗീതയെ? വേദ രഘുരാമന്റെ ഷട്ടിൽ കടന്നു പിടിച്ചു. അതെ, ഞാൻ തന്നെയാ. സംഗീതയെ മാത്രമല്ല, വേലുവിന്റെ മകളായ മായാലക്ഷ്മിയെ നശിപ്പിച്ചതും ഞാൻ തന്നെയാണ്. എനിക്ക് താല്പര്യം തോന്നുന്നവരെ ഒന്നും ഞാൻ വിട്ടുകളയില്ല. എന്ത് വില കൊടുത്തും ഞാനത് സ്വന്തമാക്കും. സാവിത്രിയോടുള്ള മോഹം കൊണ്ടാണ് അവളെ ഞാൻ വിവാഹം ചെയ്യാമെന്ന് കരുതിയത്. പക്ഷേ അവളുടെ അനുജത്തി സംഗീതയെ കണ്ടതിന് ശേഷം പിന്നീട് അവളെ സ്വന്തമാക്കാൻ വേണ്ടി സാവിത്രിയെ വിവാഹം ചെയ്തു. അതിനെന്റെ വഴിയിൽ ഒരേ ഒരു തടസ്സം, അത് ആ കിളവനായിരുന്നു. അയാളെ ഞാൻ അങ്ങ് ഒഴിവാക്കി. എന്റെ ലക്ഷ്യം ഞാൻ നേടിയെടുക്കുകയും ചെയ്തു. ഇപ്പോതാ നീ. നിന്നെ നേടാൻ ഞാൻ ഏത് കളിയും കളിക്കും. അന്ന് രാത്രി ഞാൻ നിന്നെ തേടി വന്നിരുന്നു. പക്ഷേ അന്ന് നിന്റെ ആദി അവനെല്ലാം നശിപ്പിച്ചു. പക്ഷെ ഇന്ന് അത് നടക്കില്ലല്ലോ. എനിക്കറിയാമായിരുന്നു വേദ, നീ എന്നെ തേടി ഇന്നിവിടെ വരുമെന്ന്. ഞാൻ നിനക്കായി മനഃപൂർവ്വം വിരിച്ച വലയാണ് വേദ ഇത്. അതിൽ നീ വീണല്ലോ പെണ്ണെ. അത്രയും പറഞ്ഞുകൊണ്ട് വേദയുടെ ഇടുപ്പിൽ രഘുരാമന്റെ കൈകൾ മുറുകി. രഘുരാമനെ ചെറുക്കാൻ വേദ അവളാൽ കഴിയും വിധം ശ്രമിച്ചുവെങ്കിലും അവൾക്കായില്ല. രഘുരാമൻ അവളെ വീണ്ടും അവനിലേക്ക് ചേർത്തു വെച്ചു. ഒരു നിമിഷം എങ്ങനെയോ വേദ അവനിൽ നിന്ന് മടർന്നു മാറിയിരുന്നു. അടുത്ത നിമിഷം അവളുടെ കൈ രഘുരാമന്റെ കവിളിൽ പതിഞ്ഞു. അടികിട്ടിയ കവിളിൽ ഒന്ന് തടവിക്കൊണ്ട് വന്യമായ ചിരി മായാതെ അവൻ അവളെ നോക്കി. നീ ഒരു മനുഷ്യനല്ല, മൃഗമാണ് നീ. നിന്നെ വിശ്വസിച്ച് ജീവിക്കുന്ന ആ പാവം സ്ത്രീയെ ഇത്രയും നാൾ നീ ചതിക്കുകയായിരുന്നില്ലേ? കപടമുഖമണിഞ്ഞ് ഈ നാടിനെയും നാട്ടുകാരെയും നീ വഞ്ചിച്ചില്ലേ? നീ എന്നെ തൊട്ടുപോവരുത്. പറയും ഞാൻ എല്ലാവരോടും. നിന്റെ ഈ പൊയ്മുഖം ഞാൻ തുറന്നു കാട്ടും. അമർഷത്തോടെ വേദ പറഞ്ഞതും രഘുരാമൻ ആർത്ത് ചിരിച്ചു. അതിന് നീ പറയുന്നത് ആര് വിശ്വസിക്കും വേദ? അങ്ങനെ പറഞ്ഞ് നടന്നവളുടെ അവസ്ഥ നീ നേരിൽ കണ്ടതല്ലേ? അവളിന്ന് ഈ നാട്ടുകാർക്ക് ഭ്രാന്തിയാണ്, അത്രേ ഉള്ളൂ. ഈ രഘുരാമൻ ആരെന്ന സത്യം മനസ്സിലാക്കിയവർ വായുമടച്ച് തലയും കുമ്പിട്ട് നിൽക്കും, ഇല്ലെങ്കിൽ നിർത്തും ഞാൻ. നീ എന്നെ എത്ര അടിച്ചാലും നിന്നെ ഇന്ന് ഞാൻ സ്വന്തമാക്കും വേദ. നിന്നെ രക്ഷിക്കാൻ ഈ ദ്വാരകയിൽ ആരും വരാൻ പോകുന്നില്ല, ആരും. അത്രയും പറഞ്ഞുകൊണ്ട് വേദയുടെ സാരിത്തുമ്പിൽ രഘുരാമൻ പിടിച്ചതും അവന്റെ തോളിൽ ഒരു കൈ പതിഞ്ഞു. രഘുരാമൻ തിരിഞ്ഞു നോക്കിയതും അപ്രതീക്ഷിതമായി കണ്ടവനെ നോക്കി രഘുരാമൻ തറഞ്ഞു നിന്നു. അതോടൊപ്പം വേദയുടെ സാരിത്തുമ്പിൽ നിന്നും അവന്റെ പിടി അയഞ്ഞു. വേദയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൾ ദയനീയമായി അവനെ നോക്കി നിന്നു. അവളുടെ നിസ്സഹായത തിരിച്ചറിഞ്ഞവന്റെ ഉള്ളു പിടഞ്ഞു. ചുവന്ന കണ്ണുകളോടെ അവൻ രഘുരാമനെ നോക്കി നിന്നു.